എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് 51-ാമത്തെ ശ്ലോകമായിരുന്നു. സുവർണാജായമാനസ്യ സുവർണത്വം ച ശാശ്വതം ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. സ്വർണത്തിൽ നിന്ന് ഉണ്ടായവയുടെ, അതായത് പലതരം ആഭരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുടെ നാമം മാത്രമാണ് വേറെ, അവയുടെ കർമ്മവും വേറെയാണ്. എങ്കിലും സുവർണത്വം, അതിനകത്തുള്ള ആ സ്വർണം എന്നത്, അതാണ് ശാശ്വതമായിരിക്കുന്നത്. നാമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പല രീതിയിൽ അതിനെ ഒരുക്കി മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും, പ്രയോജനവും മാറും. പക്ഷേ അതിൻ്റെ ശാശ്വതമായത് സ്വർണത്വമാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം പല കർമ്മങ്ങളുള്ളതായിരിക്കാം, പല പ്രയോജനങ്ങളുള്ളതായിരിക്കാം, പല നാമങ്ങളുള്ളതായിരിക്കാം, പക്ഷെ എല്ലാം ബ്രഹ്മമാണ് എന്നാണ് നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു മനസ്സിലാക്കിയത്. ഇന്ന് 52-ാമത്തെ ശ്ലോകം നോക്കാം. സ്വൽപമപ്യന്തരം കൃത്വാ ജീവാത്മപരമാത്മനോ യോവതിഷ്ഠതി മുക്താത്മാ ഭയം തസ്യാഭിഭാഷിതം. സ്വൽപമപ്യന്തരം കൃത്വാ ജീവാത്മപരമാത്മനോ യോവതിഷ്ഠതി മൂഢാത്മാ ഭയം തസ്യാഭിഭാഷിതം. വളരെ നല്ല ഒരു ശ്ലോകമാണ്. പുതിയ ഒരു ആംഗിളിൽ കൂടെ പറയുകയാണ് ഇവിടെ. ഒരു വേറൊരു രീതിയിൽ നോക്കിക്കാണുകയാണ് കാര്യങ്ങളെ. എവിടെ ദ്വൈതമുണ്ടോ, രണ്ട് ഉണ്ടോ, ആ രണ്ട് അഥവാ ആ ദ്വൈതമാണ് സംസാരത്തിന് കാരണം. സംസാര കാരണം ദ്വൈതം. രണ്ട്. ദ്വിതീയാത്വൈ ഭയം ഭവതി എന്ന് പറയും. ദ്വിതീയാത്വൈ ഭയം ഭവതി. ഭയം ഉണ്ടാകുന്നത് രണ്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയം. ഒന്നേ ഉള്ളുവെങ്കിൽ ആർക്കും ഒരു ഭയം ഉണ്ടാകില്ല. രണ്ട് എന്നൊരു സങ്കല്പം വരുമ്പോഴാണ് ഞാൻ, പിന്നെ വേറൊന്ന്, അങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും ഭയം വരുന്നത്. അല്ലെങ്കിൽ ഭയം ഉണ്ടാകുകയില്ല. ദ്വൈതത്തിൽ നിന്നാണ് ഭയം ജനിക്കുന്നത്. സംസാരം വരുന്നതും ദ്വൈതത്തിൽ നിന്നാണ്. പല പല നാമരൂപത്തിലാണ് ദ്വൈതം വെളിപ്പെടുക. ദ്വൈതം വെളിപ്പെടുന്നത് പല 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 നാമത്തിലാണ്. ഈ വെളിപ്പെടല് എപ്പോൾ ഉണ്ടാകുന്നു അതറിയണമല്ലോ. എപ്പോഴാണ് ഈ ദ്വൈതം വെളിപ്പെടുന്നത് എന്നാൽ, എപ്പോഴാണോ ഒരാള് തന്നെ പരമാത്മാവിൽ നിന്ന് പിരിച്ച് മനസ്സിലാക്കുന്നുവോ, അതായത് ഞാൻ ആത്മാ എന്നുള്ളത് മാറിയിട്ട് ഞാൻ ഈ ദേഹത്തോട് അറ്റാച്ച് ചെയ്യപ്പെട്ട്, എങ്ങനെയാണത് സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം വരുന്നത് ത്രിഗുണങ്ങൾക്ക് അധീനമായി വരുമ്പോൾ, ഇപ്പോൾ ഞാൻ എന്ന പ്രത്യേകിച്ചൊരു അഹം വരുമ്പോൾ, അത് ഈ പരമാത്മാവിൽ നിന്ന് വേറെ ആയിട്ട് തോന്നുമ്പോൾ, അപ്പോൾ മുതൽ ഒരാളിൽ നിന്ന് ആ സത്യമായ പരമാത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോഴാണ് ഈ ദ്വൈതം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ദ്വൈതം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ പിന്നെ വേറൊന്നും ഇല്ല എന്ന് പറയുന്നത്. ആ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുന്ന ആ സമയം. അപ്പൊ ദ്വൈതമില്ല, അവിടെ ഒന്നേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ ദ്വൈതമില്ലാണ്ടായി. അപ്പൊ പിന്നെ ഭയവും ഇല്ലാണ്ടായി. ഒന്നല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഭയക്കുന്നത്? അപ്പോ ഈശ്വരനിൽ നിന്ന്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയിൽ നിന്ന് നമ്മളെ പിരിച്ച് നമ്മൾ വേറെയാണ് എന്ന് സങ്കല്പിക്കുമ്പോഴാണ് സംസാരം ഉണ്ടാകുന്നതും ഭയം തുടങ്ങുന്നതും ബാക്കി അതിന്റെ പുറകെ സംസാരത്തിൽ നിന്ന് എന്തെല്ലാം വരുമോ അതെല്ലാം വരുന്നത്. ഈ പിരിവ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഈ പിരിവ്, ഈ സംസാരത്തിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ തന്നെ കുറ്റം കൊണ്ടാണ്. നമ്മൾ വേറെ എന്ന് ചിന്തിക്കുന്നു എപ്പോഴും. അതെങ്ങനെയാ? ഇപ്പൊ നമ്മൾ ഈശ്വരന്റെ കാര്യത്തിൽ ആലോചിച്ചറിയാം.
അയ്യോ ഒന്ന് നാമം ചൊല്ലിയില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും. അപ്പൊ ഈശ്വരൻ വേറൊരാള്, നമ്മൾ വേറൊരാള്. ഇന്ന് ഈ വഴിപാട് കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹം തരില്ല. അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ വേറെ, നമ്മൾ വേറെ. അപ്പൊ ഈശ്വരൻ കോപിക്കും, ഈശ്വരൻ ശിക്ഷിക്കും. അങ്ങനെ ഈശ്വരനെ, ആ ശക്തിയെ വേറൊന്നായിട്ടല്ലേ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ദ്വൈതം. എപ്പോഴും വേറെ ആയിട്ടാണ് കാണുന്നത്. നമ്മളിൽ തന്നെ പലരെ വേറെ കാണുന്നതിൽക്കാട്ടിലും കഷ്ടമാണ് ഈശ്വരനെ വേറെ ആയിട്ട് കാണുന്നത്. അപ്പൊ ഈശ്വരൻ വേറെ ആക്കുകയാണ് നമ്മൾ ഈശ്വരനെ വേറെ ആക്കി അങ്ങോട്ട് നിർത്തുകയാണ്. ഇതുപോലെ പണ്ട് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കും. നമ്മളൊക്കെ ചെറുതിലെ, ഇപ്പൊ ചെയ്യാറില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ കുട്ടികളെ പേടിപ്പിക്കും. സന്യാസിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ആ സന്യാസി പിടിച്ചോണ്ട് പോകും, സന്യാസി പിടിച്ച് പാണ്ഡത്തിലിട്ടോണ്ട് പോകട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കും. വീട്ടിനകത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പേടിപ്പിക്കുന്ന സന്യാസി വരുന്നുണ്ട്. അപ്പൊ സന്യാസിയെ പേടിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികളെ പേടിക്കേണ്ട ആൾക്കാരല്ലല്ലോ. പക്ഷെ പണ്ട് അങ്ങനെയൊക്കെ ഒരു ചൊല്ല്, സന്യാസിയെ പേടിപ്പിക്കുക. അതുപോലെ തന്നെ ഈശ്വരനെ പറഞ്ഞ് പേടിപ്പിക്കാം. ഈശ്വരൻ കോപിക്കും, ഈശ്വരൻ അങ്ങനെ ചെയ്യും, ഈശ്വരൻ ഇങ്ങനെ ചെയ്യും, പേടിപ്പിക്കും. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ ഭയം ഉണ്ടാക്കുന്നത്. ഈശ്വരനെ പോലും ഭയം ഉണ്ടാക്കി തീർക്കുന്നു. നമ്മളെ കണ്ട് നമ്മൾ ഭയപ്പെടുക എന്നാണ് ഇതിന് പറയാം. ആചാര്യന്മാര് പറയുന്നത് നമ്മെ കണ്ട് നമ്മൾ തന്നെ ഭയക്കുന്നു. ബൃഹദാരണ്യകം, തൈത്തിരീയം മുതലായ ഉപനിഷത്തില് ഈ സംസാരം, ഭയം, സംസാരം എന്ന ഭയം ശോകം എല്ലാം ഉണ്ടാകുന്നത് ദ്വൈതത്തിൽ നിന്നാണ് എന്ന് വ്യക്തമായിട്ട് ഈ രണ്ട് ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. ബൃഹദാരണ്യത്തിലും പറയുന്നുണ്ട്, തൈത്തിരീയത്തിലും പറയുന്നുണ്ട്. ദ്വൈതം കൊണ്ടാണ് ഭയം. നമ്മുടെ സ്വരൂപവും ലക്ഷ്യവും മോക്ഷസ്വരൂപം അല്ലെ? നമ്മുടെ ലക്ഷ്യം മോക്ഷം, നമ്മുടെ സ്വരൂപം മോക്ഷസ്വരൂപം. എന്നാൽ ദ്വൈതം അങ്ങനെ അറിയണമെങ്കിൽ, നമ്മുടെ സ്വന്തം സ്വരൂപത്തെ ശരിക്കും അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദ്വൈതം മാറിയേ പറ്റും. നമ്മൾ രണ്ട് എന്ന് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം വിട്ടു പോകുമ്പോൾ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ദ്വൈതമായിട്ട് നമ്മൾ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് ഈ ബോഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ദ്വൈതത്തെ മാറ്റാൻ ശ്രമിക്കണം. ആദ്യമേ തൊട്ട് തന്നെ ദ്വൈതത്തെ മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മിഥ്യ, ലോകം മിഥ്യ എന്ന് കാണണം. ദ്വൈതം സത്യമല്ല എന്ന് മനസ്സിലാക്കണം. ദ്വൈതം സംസാരമായതിനാൽ തന്നെ അത് ഉണ്മയല്ല. ദ്വൈതം സംസാരമാണ്, സംസാരം ഉണ്മയല്ല. അത് മാറി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും നിലനിൽക്കുന്നതല്ല, സത്യമല്ല, പെർമനന്റ് അല്ല. അതുകൊണ്ട് അത് ഉണ്മയല്ല. ആ സത്യം മനസ്സിലാക്കണം. സ്വൽപ്പം അപി അഭ്യന്തരം കൃത്വ, അതാണ് തുടക്കം ആ ശ്ലോകത്തിന്റെ. സ്വൽപ്പം അപി അഭ്യന്തരം കൃത്വ എന്താണ്? കുറച്ചെങ്കിലും ഭേദം ചെയ്തിട്ട്, കുറച്ചെങ്കിലും ഭേദം, അതായത് ചെറിയ തോതിലെങ്കിലും ഞാൻ വേറെ, മറ്റേത് വേറെ, ഈ കാണുന്നതെല്ലാം വേറെ, ഈശ്വരൻ വേറെ എന്നൊക്കെ സ്വല്പമെങ്കിലും ചിന്തിച്ചാൽ, ജീവാത്മ പരമാത്മനോഹ്, ജീവാത്മനെയും പരമാത്മാവിനെയും തമ്മില് സ്വല്പമെങ്കിലും അഭ്യന്തരം കൃത്വ, വേറെയെന്ന് ചിന്തിച്ചാൽ, ജീവാത്മാവിനും പരമാത്മാവിനും സ്വല്പമെങ്കിലും ഭേദം ചിന്തിച്ചാൽ, ജീവാത്മ പരമാത്മനോഹോ, അതായത് സ്വല്പമായി അഭ്യന്തരം കൃത്വ ജീവാത്മ പരമാത്മനോഹോ യോവതിഷ്ഠതി മൂഢാത്മ, യോ അവതിഷ്ഠതി മൂഢാത്മ. ജീവാത്മാവും പരമാത്മാവിനും സ്വല്പമെങ്കിലും ഭേദം ചിന്തിച്ച് ചെയ്തിട്ട് ആര് അങ്ങനെ നിലകൊള്ളുന്നു, യോ അവതിഷ്ഠതി, ആര് അങ്ങനെ നിലകൊള്ളുന്നുവോ, ഇരിക്കുന്നുവോ, അവൻ മൂഢാത്മ, അവൻ മൂഢനാണ്. അതായത് മൂഢത്തരമായ മനസ്സോടുകൂടിയവൻ. ദ്വൈതം കാണുന്നവനെ ആചാര്യസ്വാമികള് മൂഢമായ മനസ്സോടു കൂടിയവൻ എന്നാണ് പറയുന്നത്. എപ്പോഴും മൂഢെന്നാണ് ആചാര്യസ്വാമി അങ്ങനെ ഉള്ളവരെ, അജ്ഞാനിയെ വിളിക്കുന്ന മൂഢ എന്നാണ്. മൂഢാത്മാ, ജീവാത്മാവും പരമാത്മാവും തമ്മില് സ്വല്പമെങ്കിലും ഭേദം ദർശിക്കുന്നവനെ മൂഢാത്മാ എന്നാണ് വിളിക്കുന്നത്. അവന് തസ്യ ഭയം അഭിഭാഷിതം, തസ്യ ഭയം തസ്യാഭിഭാഷിതം, ഭയം തസ്യാഭിഭാഷിതം, അതായത് തസ്യ ഭയം അഭിഭാഷിതം, അവന് ഭയം അഭിഭാഷിതം, ഭയമുള്ളവായി, അതായത് സംസാരമുള്ളവായി തീരും. സ്വല്പമെങ്കിലും ജീവാത്മാ പരമാത്മാ തമ്മില് വ്യത്യാസം മനസ്സിൽ കൽപ്പിച്ചാൽ
അയാൾക്ക് സംസാരം ഉള്ളതായി തീരും. സംസാരമുള്ളതാകുമ്പോ എന്താ? ഭയശോക മനസ്താപങ്ങളെല്ലാം ഉണ്ടാകും. ദ്വൈതത്തിൽ നിന്ന് ഭയം വരുന്നതിനാൽ ദ്വൈതമല്ല നമ്മുടെ ലക്ഷ്യം. ഇതിനെ രണ്ടായി കണ്ടുകൊണ്ടിരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ദൈവത്തെ വേറെ കാണുന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ഉപനിഷത്തിലേ കേൾക്കാൻ പറ്റുള്ളൂ. ഉപനിഷത്തുകളിലും പ്രകരണ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഇത് കേൾക്കാൻ പറ്റില്ല. ഈശ്വരനെയും നമ്മളെയും വേറെ കാണാൻ പാടില്ലെന്ന് ഇവിടെ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. കേട്ടാൽ നമുക്കൊട്ട് ദഹിക്കത്തില്ല. അപ്പോ നമ്മളെ ഒരു ഹയർ ലെവലിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും. ആ ഹയർ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഇതിനൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും. സ്വല്പമെങ്കിലും നമ്മളും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിൽ കണക്കാക്കിയാൽ ഈ സംസാര ഭയം ഒരിക്കലും പോകില്ല. മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പോ ദ്വൈതത്തിൽ നിന്ന് ഭയം വരുന്നതിനാൽ ദ്വൈതം സത്യമല്ല. ഈ രണ്ട് എന്നുള്ളത് സത്യമല്ല, സത്യമല്ല, സത്യമല്ല എന്ന് ആചാര്യസ്വാമികൾ എത്രയോ പറയും. പിന്നെ നമ്മൾ ദൈവത്തെ വേറെ നിർത്തും. ആദ്യം ദൈവത്തെ വേറെ നിർത്താതിരിക്കാൻ പഠിച്ചാൽ പിന്നീട് മറ്റു ജീവന്മാരെയും വേറെയല്ല എന്ന് കാണാൻ പറ്റുള്ളൂ. ആദ്യമേ തന്നെ മറ്റു ജീവന്മാരെ വേറെ അല്ല എന്ന് കാണാൻ സാധിക്കില്ല നമ്മളെ കൊണ്ട്. ആദ്യം ഈശ്വരനും നമ്മളും ഒന്നാണെന്ന് തിരിച്ചറിവ് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈശ്വരനിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റു ജീവാത്മാക്കളും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാവും. ഭയം വേണ്ടത് ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, അല്ലെ? ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഭയം വേണം. കാരണം എന്താ? ചെയ്യാൻ പാടില്ലത് ചെയ്യരുത്, അതിനാണ് ഭയം വേണ്ടത്. ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഭയം ഉണ്ടാകേണ്ടത്, അല്ലാതെ ഈശ്വരനെ ഭയക്കുകയല്ല വേണ്ടത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ ജീവിതത്തിന് അന്തിമമായിട്ട് കിട്ടേണ്ടതായ ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കില്ലല്ലോ അധർമ്മമായിട്ട് ജീവിച്ചാൽ. അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയമാണ് വേണ്ടത്, അല്ലാതെ ഈശ്വരനെ ഭയക്കുക അതല്ല വേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞു തന്നത്. പരമാത്മ ജീവാത്മ തമ്മിൽ ഒരു ഭേദവും കാണരുത്. നേരത്തെ പഠിച്ചതൊക്കെ അതാണല്ലോ, ജീവാത്മ പരമാത്മ ഐക്യം എന്നല്ലേ പഠിച്ചത്. അതാണ് അവിടെ പറഞ്ഞത്. ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. 53-ാമത്തെ ശ്ലോകം. യത്രാജ്ഞാനാദ്വദേ ഭവേദ്വൈതം യത്രാജ്ഞാനാദ്ഭവേദ്വൈതം ഇതരസ്തത്ര പശ്യതി ആത്മത്വേന യദാ സർവം നേതരസ്തത്ര ചാണ്വപി യത്രാജ്ഞാനാദ്ഭവേദ്വൈതം ഇതരസ്തത്ര പശ്യതി ആത്മത്വേന യദാ സർവം നേതരസ്തത്ര ചാണ്വപി. അടുത്തൊരു സംശയത്തിനുള്ള മറുപടിയാണ് ഇവിടെ വരുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തുണ്ടായി എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന്റെ തന്മയും ലോകത്തിന്റെ തന്മയും ഒരുപോലെ ഇരിക്കണ്ടേ? നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഉണ്ടായി നമ്മൾ അതുപോലെ തന്നെ ഇരിക്കണ്ടേ ഇത് എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ രണ്ടും അതുപോലെ ഇല്ലെന്ന് തോന്നുന്നു. മാത്രമല്ല, വിപരീതമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തിന്റെ തന്മയും ബ്രഹ്മത്തിന്റെ തന്മയും ഘടകവിരുദ്ധമായിട്ടാണ്, തലകീഴായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബ്രഹ്മത്തിന്റെ ലക്ഷണം നോക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തലകീഴായിട്ടുള്ള ലക്ഷണമാണ് ലോകത്തിന് കാണുന്നത്. ലോകത്തിന്റെ ലക്ഷണം നോക്കുമ്പോൾ അതിന്റെ തലകീഴായിട്ടാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം കാണുന്നത്. ഇതെന്താണ് ഇങ്ങനെ? ബ്രഹ്മത്തിൽ നിന്ന് ലോകമുണ്ടായ രണ്ടിൽ ലക്ഷണം ഒന്നായിരിക്കട്ടെ എന്നൊരു സംശയം ശരിയായിട്ടുണ്ടാകാവുന്നൊരു സംശയം തന്നെയാണ്. ജഗത് ജഗത്തിനെ ജഡം എന്ന് പറയുന്നു, ബ്രഹ്മത്തിനെയോ അറിവ് സ്വരൂപം എന്ന് പറയുന്നു. അപ്പൊ അറിവ് സ്വരൂപത്തിൽ നിന്ന് ജഡം എങ്ങനെ ഉണ്ടായി? അപ്പൊ ജഡമായിട്ടിരിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് നമുക്കുള്ളത്. അപ്പൊ ജഗത് പരിച്ഛിന്നം, ജഗത്തിന് അതിരുകളുണ്ട്, പരിച്ഛിന്നമുണ്ട്. ദേശകാലത്തിന് ബാധിക്കപ്പെട്ടിട്ടുള്ളതാണ്, അധീനമാണ്. ദേശകാലത്തിന് അധീനമാണ് ഏത്? ജഗത്ത് എന്ന് പറയുന്നു. ബ്രഹ്മമോ അപരിച്ഛിന്നം, പൂർണ്ണം, ഇതൊന്നും ബാധകമല്ല, അതിരുകളില്ലാത്തത് എന്ന് പറയുന്നു. ജഗത് സംസാരസ്വരൂപം, ബ്രഹ്മം മോക്ഷസ്വരൂപം. ഇത് രണ്ടും
ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റണം? അതിൽ നിന്ന് ഇത് ഇന്നെങ്ങനെ പറയും എന്നാണ് ഇപ്പൊ ചോദ്യം. ജഗത് സംസാര സ്വരൂപം, ബ്രഹ്മം മോക്ഷസ്വരൂപം, ഇങ്ങനെ എല്ലാം ഓപ്പോസിറ്റ്. പിന്നെ ഒരു സംശയം, ഇങ്ങനെ വിപരീതമായ ഒന്നിനെ, തീർത്തും വിപരീതമാണ് ജഗത്ത് അല്ലെ, തീർത്തും വിപരീതമായിട്ടാണ് ജഗത്തിന്റെ ലക്ഷണം കാണുന്നത്. അങ്ങനെ വിപരീതമായ ജഗത്തിനെ ബ്രഹ്മത്തിൽ നമ്മൾ ആരോപിക്കുകയാണ്. ബ്രഹ്മമാണ് എന്ന് പറയാം. അത് ബ്രഹ്മമാണ്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ ലക്ഷണങ്ങളുള്ള ഒന്നിനെ എങ്ങനെ ബ്രഹ്മത്തിൽ കയറ്റി വെക്കാൻ സാധിക്കും? അങ്ങനെ എങ്ങനെ കാണാൻ കഴിയും? ഒരുപാട് സംശയങ്ങൾ ഉള്ളതാണല്ലോ. അങ്ങനെ ആചാര്യസ്വാമി തന്നെ അതെല്ലാം തീർത്തു തരികയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ തന്നെയാണ്. ആചാര്യസ്വാമി ഓരോരോ ശ്ലോകങ്ങളിൽ കൂടെ എല്ലാം തീർത്തു തരികയാണ്. ശരിയല്ലേ? ഈ ലോകത്തെ എങ്ങനെയും ബ്രഹ്മത്തിൽ കയറ്റി വയ്ക്കുന്നത് രണ്ടും രണ്ട് ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്നു. പക്ഷെ പറയുന്നു ബ്രഹ്മം തന്നെയാണ്, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു. നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന സംശയം. ഇതിന് പ്രസിദ്ധമായ കയർ പാമ്പ് ഉദാഹരണം തന്നെ എല്ലാ ഉപനിഷത്തുകളിലും പറയുന്ന കയറും പാമ്പും ഉദാഹരണം തന്നെയാണ് ഇവിടെയും പറയേണ്ടത്. കയറില് എന്തിനെ കാണുന്നു എന്നാ പറയുന്നത്? സാധാരണ ഉദാഹരണത്തില് കയറിൽ അരണ്ട വെളിച്ചത്തില് പാമ്പിനെ ഒരാള് ദർശിക്കും, അങ്ങനെയാണല്ലോ പറയുന്നത്. ഇനി കയറിന് പാമ്പിനെ ദർശിക്കുന്നവനും ഒരാളോട് ആനയെ ദർശിക്കുമോ? അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാകത്തില്ല. അതുമായിട്ടൊരു ബന്ധമുള്ളത് എന്തിനാണ്? പാമ്പിനാണ് ഒരു സാമ്യത തോന്നുന്നത്. ഇപ്പൊ കയറും പാമ്പും തമ്മിലെ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ പറയുള്ളൂ. കയറിൽ ആനയെ ഒരാൾ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ഒരിക്കലും ശരിയാവില്ല. കയറിൽ ആനയെ കണ്ടു എന്ന് പറയാൻ ശരിയാകത്തില്ല. ബ്രഹ്മവും ജഗത്തും തീർത്തും വിപരീതമാണ്. പിന്നെ എങ്ങനെയാ പറ്റണേ? അപ്പൊ പിന്നെ എങ്ങനെ ഈ ജഗത്തിനെ ബ്രഹ്മമായിട്ട് കാണുന്നേ? അതാണ് ചോദ്യം. വിപരീതമാണ്. മറ്റേതൊരു സാമ്യമുണ്ട് കയറും പാമ്പും തമ്മിൽ. അപ്പൊ കണ്ടു, കയറിൽ ആനയെ കണ്ടു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയല്ലേ ഇവിടെ പറയണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബൃഹദാരണ്യക ഉപനിഷത്തിലെ വാക്യങ്ങളുടെ അർത്ഥം എടുത്ത് ആചാര്യസ്വാമികള് ശ്ലോകമായി പറയുകയാണ് ചെയ്തത്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ വാക്യങ്ങളുടെ സാരം എടുത്തിട്ട് ആചാര്യസ്വാമികൾ ശ്ലോകമായിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്. അവിടെ മനുഷ്യന് രണ്ട് വിധമായ അവസ്ഥയെ പറയപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകത്തില് മനുഷ്യന്റെ രണ്ട് വിധമായ അവസ്ഥയെ പറഞ്ഞാണ് നമ്മളെ ഈ സംശയത്തിന് പരിഹാരം നമുക്ക് പറഞ്ഞു തരുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് സാധാരണയായിട്ട് നമുക്ക് മൂന്ന് അവസ്ഥകൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ ഇതിലെ ജാഗ്രത അവസ്ഥയെ ആചാര്യസ്വാമി ഇവിടെ രണ്ടായിട്ട് പറഞ്ഞു തരുന്നു. ആ ഉപനിഷത്തിൽ അങ്ങനെ ഉണ്ട്. അതെന്താണ് രണ്ട്? ജാഗ്രത എന്ന് പറഞ്ഞ ഒന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതിൽ തന്നെ രണ്ടവസ്ഥയെ മനസ്സിലാക്കണം എന്ന് പറയുന്നു. ഒന്ന് അജ്ഞാന അവസ്ഥ, രണ്ട് ജ്ഞാന അവസ്ഥ. അപ്പൊ ശരിയാ, അങ്ങനെ ഉണ്ടാവും. ശരിയാ, ഇപ്പൊ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള വിചാരം എന്താ? ജാഗ്രത ഒരേ ഒരു അവസ്ഥയാണെന്നാണ്. ഇപ്പൊ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു പുതിയൊരു അറിവ്. ജാഗ്രത്തിൽ തന്നെ അജ്ഞാന അവസ്ഥയും ജ്ഞാന അവസ്ഥയും. ഇങ്ങനെയാണ് പുതിയ പുതിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ വലിയ തത്വങ്ങളാണ്. അജ്ഞാന അവസ്ഥയും ജ്ഞാനാവസ്ഥയും ഉണ്ട് ജാഗ്രതയിൽ തന്നെ എന്ന് പറഞ്ഞു തരുന്നു. അജ്ഞാനത്തോടെ ലോകത്തിൽ ജീവിക്കുക, ജ്ഞാനത്തോടെ ലോകത്തിൽ ജീവിക്കുക. ജ്ഞാനത്തോടെ ജീവിക്കുന്ന ആരാണ്? സ്ഥിതപ്രജ്ഞൻ അല്ലെ, ജീവൻ മുക്തൻ. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളൊക്കെയോ അജ്ഞാനത്തോടെ ലോകത്തിൽ ജീവിക്കുന്നവര്, വലിയ ഗുരുക്കന്മാരെ ജ്ഞാനത്തോടെ ലോകത്തിൽ ജീവിക്കുന്നവരെ. അപ്പൊ രണ്ടുപേരും നമ്മൾ നോക്കുമ്പോൾ രണ്ടും ജാഗ്രതയിൽ തന്നെയാണ്. അപ്പൊ രണ്ടു തരം ജാഗ്രത ഇല്ലേ? ഉണ്ട്. അജ്ഞാനത്തോടെ ഇരിക്കുന്ന ജാഗ്രത, ജ്ഞാനത്തോടെ ഇരിക്കുന്ന ജാഗ്രത. പിന്നെ ഈ സ്ഥൂല ശരീരത്തില്, നമ്മുടെ സ്ഥൂല ശരീരത്തില് അവയവങ്ങളിലൊക്കെ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാഗ്രത് എന്ന് പറയുന്നത്. എപ്പോഴാണ് ജാഗ്രത്? സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. കണ്ണ്, ചെവി, മൂക്ക്, വായ, കയ്യ്, കാല് എല്ലാത്തിൽ അഭിമാനം വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ ഇതിനെ ജാഗ്രത അവസ്ഥ എന്ന് പറയും. ഇനി ഉറങ്ങിത്തുടങ്ങുമ്പോൾ ഈ സ്ഥൂല ശരീരത്തെ നമ്മൾ കംപ്ലീറ്റ് മറന്നു. അതിനെ നമ്മൾ ഓർക്കാറേ ഇല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ അവിടെ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കും. ഉറക്കത്തിന്റെ ആദ്യത്തെ സ്റ്റേജിൽ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കും. അവിടെയാണ് സ്വപ്നം.
സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് സ്വപ്നം ഇഷ്ടം പോലെ കാണും. എങ്ങനെയാണോ ജാഗ്രതയിൽ ജീവിക്കുന്നത് അതുപോലെ സ്വപ്നത്തിൽ ജീവിക്കും. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കും. അതായത് സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ സ്വപ്നം, സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ ജാഗ്രത. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചിരിക്കുന്ന സമയമാണ് ജാഗ്രത. സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെച്ചിരിക്കുന്ന സമയമാണ് സ്വപ്നം. ഇനി കാരണ ശരീരത്തിൽ അഭിമാനം വെക്കുമ്പോൾ സുഷുപ്തി. അതും കൂടെ സൂക്ഷ്മം കൂടെ പോയിട്ട് നമ്മുടെ ജന്മത്തിന് കാരണമായ ആ കാരണ ശരീരത്തിൽ വാസനാസ്വരൂപമായ ശരീരം മാത്രമായിട്ടിരിക്കുമ്പോൾ അത് സുഷുപ്തി. അജ്ഞാന സംബന്ധത്തോടെ ജീവിക്കുമ്പോൾ ഒരാൾ ദ്വൈതത്തിൽ ജീവിക്കുന്നു. അജ്ഞാന സംബന്ധത്തോടെ, സത്യം മനസ്സിലാക്കാതെ അറിവില്ലായ്മയോടെ ജീവിക്കുമ്പോൾ ഒരാൾ ദ്വൈതത്തിൽ ജീവിക്കും. ഇവിടുത്തെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോൾ അയാൾ എങ്ങനെ ജീവിക്കുന്നു? ദ്വൈതത്തിൽ ജീവിക്കുന്നു. അയാൾ ഭയത്തിലാണ്, അയാൾ സംസാരത്തിലാണ്, അയാൾ ശോകത്തിനടിമയാണ്. അജ്ഞാനത്തിലാണ് ദ്വൈതം. എപ്പോഴും അങ്ങനെയാണ്. അജ്ഞാനത്തിലാണ് ഈ ദ്വൈതം, അല്ലെങ്കിൽ ദ്വൈതമില്ല. ആ ഉപനിഷത്തില് കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, അതിനുള്ള ഇന്ദ്രിയം, ഇങ്ങനെ പല പല ഭേദങ്ങൾ തോന്നി അയാൾ ദ്വൈതത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. കാണപ്പെടുന്ന വസ്തു, അത് കാണാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള ഇന്ദ്രിയം, ഇങ്ങനെ എല്ലാത്തിലും ഭേദം വന്ന് അങ്ങനെയാണ് അയാൾ ദ്വൈതത്തിൽ ഇരിക്കുന്നത്. ജ്ഞാനം വരുമ്പോഴോ എല്ലാം ഒന്ന്, അവിടെ ബ്രഹ്മം മാത്രം, ആത്മാ മാത്രം. എത്ര അജ്ഞാനാത് ഭവേ ദ്വൈതം. അതാണ് നമ്മുടെ ശ്ലോകത്തിന്റെ തുടക്കം. എത്ര അജ്ഞാനാത് ഭവേ ദ്വൈതം. അതാണ് എത്ര അജ്ഞാനാത് ഭവേ ദ്വൈതം ചേർത്ത് പറഞ്ഞു. എത്ര അജ്ഞാനാൽ ഭവേ ദ്വൈതം. എത്ര അജ്ഞാനാത് ദ്വൈതം ഭവേ. അറിവില്ലായ്മയിൽ നിന്ന് ദ്വൈതം തോന്നിയോ, ഏത് അവസ്ഥയിൽ, ഏത് അജ്ഞാന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ദ്വൈതം തോന്നിയോ, തത്ര ഇതരഹ പശ്യതി. അയാൾ അപ്പോൾ ആ അവസ്ഥയില് ഇതരഹ, വേറെയായി ഇരുന്ന് തനിക്ക് വേറെയായി എല്ലാത്തിനെയും കാണും. തത്ര ഇതരഹ പശ്യതി. അവിടെ സ്വയം ഇരുന്നു കൊണ്ട് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇരുന്നു കൊണ്ട് മറ്റേതിനെ എല്ലാം വേറെയായി കാണും. അജ്ഞാനം കൊണ്ട് ദ്വൈതം ഉണ്ടാകുമ്പോൾ എല്ലാത്തിനെയും നമ്മളിൽ നിന്ന് വേറെയായി കാണുന്നു. ഇതരഹ പശ്യതി. ഒരാൾ വേറെയായിരുന്ന് തനിക്ക് വേറെയായി എല്ലാത്തിനെയും കാണുന്നു. ഉപനിഷത്തില് ഇതരഹ ഇതര പശ്യതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ വാക്ക്. ഇതരഹ ഇതര പശ്യതി. ഇതരഹ മറ്റു വസ്തുക്കളിൽ നിന്ന് തന്നെ അവനവനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് കാണുന്നു. മറ്റു വസ്തുക്കളിൽ നിന്ന് അവനവനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് മറ്റു വസ്തുക്കളെ വേറെയായി കാണുന്നു. അടുത്തത് ജ്ഞാനാവസ്ഥ. ജ്ഞാനാവസ്ഥയിൽ എങ്ങനെയാണ്? ആത്മത്വേന സദാ, സദാ ആത്മത്വേന, എപ്പോഴും ആത്മത്വേന യഥാ സർവം. സദായാണ്, പക്ഷെ ഇവിടെ തുടങ്ങുമ്പോ യഥാ എന്ന് പറഞ്ഞു തുടങ്ങാണ്. ആത്മത്വേന യഥാ സർവം. എപ്പോഴാണോ യഥാ, എപ്പോഴാണോ ആത്മത്വേന യഥാ, എപ്പോഴാണോ എല്ലാം ആത്മാവായി തോന്നുന്നത്, ഞാൻ എന്ന ആത്മാ എല്ലാത്തിലും വ്യാപിച്ച് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ സർവം ആത്മത്വേന പശ്യതി. സർവം ആത്മത്വേന പശ്യതി. അപ്പോൾ എല്ലാത്തിനെയും ആത്മാവായി തന്നെ കാണുന്നു. ന ഇതരഹ തത്ര പശ്യതി. ന ഇതരഹ തത്ര പശ്യതി. അപ്പോൾ അവിടെ വേറെ ഒന്ന്, രണ്ടാമതൊന്ന് ഇല്ല. ജ്ഞാനം വന്ന് ഒരാൾക്ക് രണ്ടാമതായിട്ടൊന്നില്ല. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഞാൻ, ആ പ്രകാശം തന്നെയാണ് ഞാൻ എന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നു. അപ്പോ അയാൾ വേറെ ആയിട്ടിരുന്ന് വേറെ ഒന്നിനെയും നോക്കിക്കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ പരമാനന്ദം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല. വേറൊന്നും ഉണ്ടെങ്കിലല്ലേ ഭയമുള്ളൂ. ഭയമില്ലാത്ത അവസ്ഥ ആനന്ദം തന്നെ. ശോകമില്ല, ഒന്നുമില്ല, സംസാരമില്ല. അതാണ് ആനന്ദം. അപ്പോ സെപ്പറേറ്റ് ആയി ഒന്നും കാണുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും കാണുമോ? അണു അപി ന പശ്യതി. ചെറുതായിട്ട് എന്തെങ്കിലും അയാൾ വേറെ കാണുമോ എന്ന് ഒരു തമാശ രൂപത്തിൽ പറയാണ്.
ചെറുതായിട്ടെങ്കിലും അയാൾ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അണു അപി ച ന പശ്യതി, അണു അപി ച ന പശ്യതി. അതാണ് അവസാനം പറഞ്ഞത്. നേതരസ്തത്ര ചാണ്വപി ന ഇതരഹ തത്ര പശ്യതി, അണു അപി ച ന പശ്യതി. ഒരു ചെറിയൊരു അണുവിനെ പോലും അയാൾ തന്നിൽ നിന്ന് വേറെയായിട്ട് കാണുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞത്. 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. രണ്ടും വളരെ, അതായത് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ച് വിചാരം ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് വിചാരം ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയുള്ളൂ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്, എന്നിൽ നിന്ന് വേറെയല്ല ഇതൊന്നും. ഇതാണ് ശരിയായിട്ടുള്ള ജ്ഞാനാവസ്ഥ. ആ ജ്ഞാനാവസ്ഥയിലേക്ക് ഞാൻ എത്തണം. ഇപ്പോ എന്നിലുള്ള ദ്വൈതം, എല്ലാത്തിനെയും വേറെ വേറെ കാണുന്ന അത് മാറണം. ഇതിന്റെ പേര് അജ്ഞാനമാണ്. അപ്പൊ ഞാനിപ്പോ അജ്ഞാനത്തിലാണ്. ധാരാളം സാധന ചെയ്യുക, ഇഷ്ടംപോലെ സാധന ചെയ്യുക, നാമജപം ചെയ്യുക, പറ്റാവുന്നതൊക്കെ ജപിക്കുക, ധാരാളം ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ അജ്ഞാനം മാറുള്ളൂ. എളുപ്പമല്ലല്ലോ, നമുക്ക് ജസ്റ്റ് ചിന്തിച്ചറിയാലോ, എളുപ്പമല്ല. ഇത് മാറിയിട്ട്, അപ്പൊ ഇതൊന്നും വ്യവഹാരത്തിലേക്കല്ല പറയുന്നത്. ഇത് നിങ്ങൾ പുറത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനല്ല ഇവിടെ ഉപദേശിക്കുന്നത്. ഉള്ളിൽ ഈ ഒരു അവസ്ഥയായിരിക്കണം മാനസികമായിട്ട്. ഉള്ളില് പുറത്ത് പെരുമാറുന്നതൊക്കെ സാധാരണ പോലെ പെരുമാറുക, ഒരു കുഴപ്പമില്ല, എല്ലാം അതുപോലെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഈ അറിവിനെ ഉറപ്പിക്കണം. അതൊരു ജ്ഞാനനിഷ്ഠനാണ്. ഇത് ഉള്ളിലുണ്ടാകണം. എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഉള്ളിന്റെ ഉള്ളിൽ അറിയണം, ഇതെല്ലാം ഇവിടെ ജീവിക്കുമ്പോൾ ചെയ്തു കൂട്ടുന്ന ദ്വൈതത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒറിജിനലി ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം ഇന്ന് കാണും, നാളെ നശിക്കും. ഇത് ശാശ്വതമല്ല. ഇത് കൊണ്ട് എനിക്ക് എൻ്റെ ഒറിജിനാലിറ്റിയെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ ആത്മസ്വരൂപമാണ്. എനിക്ക് സങ്കടവുമില്ല, സന്തോഷവുമില്ല, ദുഃഖവുമില്ല, വിജയവുമില്ല, പരാജയവുമില്ല, മാനവുമില്ല, അപമാനവുമില്ല. ഞാനൊരു സാക്ഷി മാത്രമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ഭാവത്തിലേക്ക് വരണം. സാക്ഷിയായി മാറണം. അതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ആദ്യത്തെ സ്റ്റെപ്പ് ഒരു സാക്ഷിയായിട്ട് ചെയ്തു നോക്കണം. പലതും ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായങ്ങൾ പറയാം, എല്ലാം ചെയ്യാം, എല്ലാ ജോലികളും ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ അപ്പൊക്കെ ഉള്ളിൽ വിചാരിക്കുക, ഇതെന്റെ ഈ ശരീരം കിട്ടിയത് കൊണ്ടുള്ള കർമ്മം ഞാൻ ചെയ്യുന്നു, ഞാനൊരു സാക്ഷി മാത്രമാണ് എന്ന് ഉള്ളിൽ പറയുക. അവനവന്റെ ഉള്ളിലേക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ആചാര്യസ്വാമി അപരോക്ഷാനുഭൂതിയിൽ കൂടി പറഞ്ഞു തരുന്ന ആ തടസ്സങ്ങളെ എല്ലാം മാറ്റി, ഇതൊക്കെ തടസ്സങ്ങളാണല്ലോ, വലിയ തടസ്സമല്ലേ ഇത്? ഏറ്റവും വലിയ തടസ്സമല്ല ഈ ദ്വൈതം മാറ്റുക എന്നുള്ളത്. ദ്വൈതമാണ് ഏറ്റവും വലിയ തടസ്സം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടസ്സം. ഇത് മാറ്റാൻ എളുപ്പമല്ല. അതിനാണ് ഇഷ്ടംപോലെ ശ്ലോകങ്ങൾ ഇങ്ങനെ പറയണം, ഇതിനെ മാറ്റണം, മിഥ്യയാണ് 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 എന്ന് പറയുന്നു. അപ്പോ ഈ തടസ്സം മാറ്റാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നാമജപം ചെയ്യുക, ഭജന ചെയ്യുക, പറ്റുന്നിടത്തോളം ഈശ്വര ആരാധനകൾ നടത്തുക. അപ്പോ ആ മായാശക്തി നമ്മളിൽ നിന്ന് പതുക്കെ നമ്മളെ മായയുടെ പിടുത്തത്തിൽ നിന്ന് പതുക്കെ നമ്മളെ വിടുവിച്ചു തരും. കാരണം ഭഗവാന്റെ തന്നെയല്ലേ മായ. ഭഗവാൻ പറഞ്ഞാലല്ലേ മായ കേൾക്കുള്ളൂ. അപ്പൊ ഭഗവാനെ സമീപിക്കുക. എനിക്ക് അങ്ങയിലേക്ക് എത്തണം, എനിക്ക് അങ്ങയുടെ പാദത്തിലായിരിക്കണം എനിക്ക് വന്നു ചേരേണ്ടത്. ഇപ്പോ ഞാൻ ഇവിടെ വന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ഇതാ സാക്ഷി മാത്രമായിട്ട് ചെയ്യുകയാണ്. എല്ലാം അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഓരോ കർമ്മവും ഈശ്വര പാദങ്ങളിൽ സമർപ്പിക്കുക, ഓരോ ശ്വാസവും ഈശ്വരന് സമർപ്പിക്കുക, ഓരോ ഭക്ഷണവും, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും പ്രസാദമായിട്ട് കഴിക്കുക, ഏത് കീർത്തനങ്ങൾ കേൾക്കുമ്പോഴും ഈശ്വരന്റെ നാമമായിട്ട് കേൾക്കുക. നമ്മൾ പറയും അല്ലെ, പാട്ടുകളൊക്കെ പാടും, കാലുണ്ടെങ്കിൽ കാല് അമ്പലത്തിൽ പോകാനല്ലേ, നാക്ക് നാമം ജപിക്കാൻ, അതൊക്കെ പറയുമ്പോ ഒക്കെ ശരി. ആ പാട്ട് പാടുമ്പോ എല്ലാം ഓക്കെ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് പോരാ. എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, ചലിക്കാൻ സാധിക്കുന്നത്, ഇരിക്കാൻ സാധിക്കുന്നത്, നടക്കാൻ സാധിക്കുന്നത്, ചിന്തിക്കാൻ സാധിക്കുന്നത് എല്ലാം ഈ ശക്തിയുടെ ഉള്ളിലുള്ള ശക്തിയുടെ പ്രവർത്തനം കൊണ്ടല്ലേ. ഇത് തന്നെയല്ലേ എല്ലാവരിലും പ്രവർത്തിക്കുന്നത്. ഈ ശക്തി തന്നെയാണല്ലോ എല്ലാവരെ കൊണ്ടും പ്രവർത്തിപ്പിക്കുന്നത്. ഈ ജഗത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്, സമയാസമയത്ത് മഴ പെയ്യിക്കുന്നത്, വെയിൽ വരുന്നത്, ദിവസവും സൂര്യൻ ഭൂമി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നു, രാവും പകലുമായി നമുക്ക് തോന്നും. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ആ ശക്തി തന്നെയല്ലേ എൻ്റെ ഉള്ളിലും എന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവാണ് ജ്ഞാനം. സർവവും ആ ശക്തിയാണ്, ഞാനും ആ ശക്തിയാണെന്ന് അറിയണം. അപ്പൊ പറഞ്ഞല്ലോ, എന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നതാണ് ഈ അബദ്ധത്തിന് മുഴുവൻ കാരണം.
ഞാൻ അതിൽ നിന്ന് വേറെ എന്ന് വിചാരിച്ചതാണെന്ന് മുഴുവൻ. അതാണ് സൃഷ്ടിയുടെ ഒരു മായയുടെ പ്രത്യേകത. ഏതാണ് മായ? ആദ്യമേ ഇങ്ങനെ അതിന് പണ്ട് നമ്മൾ പഠിച്ചു, ഇത് എന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ലെന്ന് നമ്മൾ പഠിച്ചു. എന്നാണ് ഈ അജ്ഞാനം തുടങ്ങിയത് ചോദ്യം ഉണ്ടായിരുന്നു പണ്ട്. ഏതോ ഇതിൽ ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒന്നില്ല, വിവേക ചൂടാമണിയാണോ അതോ തത്വബോധമാണോ, ഏതോ അതില് ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്നാണ് ഈ അജ്ഞാനം തുടങ്ങിയെന്ന്. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടി തുടങ്ങിയപ്പോ തുടങ്ങി എന്നേ പറയാൻ പറ്റും. സൃഷ്ടി എന്ന് തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. അജ്ഞാനം എന്നോ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താ? മനുഷ്യന് മാത്രം, മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ അജ്ഞാനത്തെ മാറ്റി തന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണാനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട്. കഴിവ് എന്താ വെച്ചാൽ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ആ കഴിവ് ഭഗവാൻ തന്നിട്ടുണ്ട്. തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി ഈ സംസാരത്തിലെ ദുഃഖങ്ങളിൽ നിന്നും, മനസ്സങ്കടങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും എല്ലാം മോചിതരാകണം എന്ന് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു വഴിയും വെച്ചിരിക്കുന്നത്. ആ വഴി നന്നായിട്ട് മനസ്സിലാക്കാനും അതിൽ കൂടി സഞ്ചരിക്കാനും ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്ത ദിവസങ്ങളിൽ 2 ദിവസം, നാളെ മറ്റന്നാളും ചിദാനന്ദപുരി സ്വാമിയാർ മഠത്തില് രാവിലെ ഉച്ചയ്ക്ക് 2 പ്രഭാഷണങ്ങൾ വീതമുണ്ട്. പ്രശ്നോപനിഷത്തിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. വളരെ നല്ല പ്രഭാഷണമായിരിക്കും. എൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. പറ്റുന്നവര് അത് കേൾക്കുക. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ ചിദാനന്ദപുരി സ്വാമി എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത് വളരെ വിലയേറിയ മുത്തുകളായിരിക്കും. നാളെ നോക്കാം. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ലിങ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാവിലെ ഞാൻ നേരത്തെ അങ്ങ് ചെല്ലും. അത് കഴിഞ്ഞിട്ട് നാളെ നോക്കാം. സായിരാം. എല്ലാവർക്കും സായിരാം. താങ്ക് യു സർ. സായിരാം സാർ. സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം.